വചനവയലൊരുക്കുന്ന 2026 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം 1 മുതൽ 4 വരെയും, സഭാപ്രസംഗകൻ 1 മുതൽ 6 വരെയും, വിശുദ്ധ യോഹന്നാൻ 1 മുതൽ 12 വരെയും, ഗലാത്യ 1 മുതൽ 6 വരെയും, 1 സാമുവേൽ 1 മുതൽ 7 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്. ഇന്നത്തെ പഠനഭാഗത്തിലെ 1-ാം ചോദ്യം: യേശു സ്ത്രീയോട് സംസാരിച്ചത് എവിടെയാണ്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കിണറിന്റെ കരയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 2. യേശു പറഞ്ഞു, സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് ആരെന്ന്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മിശിഹ. ക്വസ്റ്റ്യൻ നമ്പർ 3. യേശു എവിടെയിരുന്ന് ശിഷ്യന്മാരോട് കൂടി? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മലയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 4. നവോമിയുടെ ഭർത്തൃ കുടുംബത്തിൽ ബോവാസ് എന്നു പേരായ ഒരു ആരുണ്ടായിരുന്നു? റൂത്ത് 2-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ധനികൻ. ക്വസ്റ്റ്യൻ നമ്പർ 5. യോഹന്നാൻ 3-ാം അധ്യായത്തിൽ ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് എന്ന് പറഞ്ഞത് ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യേശു. ക്വസ്റ്റ്യൻ നമ്പർ 6. ഇവനാണ് ലോകത്തിലേക്ക് വരാനിരുന്ന പ്രവാചകൻ എന്ന വാക്ക് പറയുന്നത് എപ്പോൾ? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അടയാളം കണ്ട ശേഷം. ക്വസ്റ്റ്യൻ നമ്പർ 7. ശേഷിച്ചവർ ഡാഷ് തിരിച്ചെത്തിയപ്പോൾ ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ പറഞ്ഞു, ഫിലിസ്ത്യർ ഇന്ന് നമ്മെ പരാജയപ്പെടുത്താൻ എന്തുകൊണ്ട് കർത്താവ് അനുവദിച്ചു? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പാളയത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 8. യാത്ര ചെയ്ത് ക്ഷീണിച്ച ഈശോ ആ കിണറ്റിൻകരയിലിരുന്നു. ആരുടേതായിരുന്നു ആ കിണർ? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യാക്കോബ്. ക്വസ്റ്റ്യൻ നമ്പർ 9. യേശു അവളോട് പറഞ്ഞു, നീ പോയി എന്ത് ചെയ്യുക? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഭർത്താവിനെ കൊണ്ടുവരിക. ക്വസ്റ്റ്യൻ നമ്പർ 10. തിന്മ നിറഞ്ഞ ഈ യുഗത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കേണ്ടതിന് നമ്മുടെ പിതാവായ ദൈവത്തിന്റെ അഭീഷ്ടമനുസരിച്ച് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ ഡാഷ് ബലിയർപ്പിച്ചു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, തന്നെ തന്നെ. ക്വസ്റ്റ്യൻ നമ്പർ 11. വിശുദ്ധ ലിഖിതങ്ങളിൽ എന്തുണ്ട് എന്നാണ് അവർ വിചാരിച്ചിരുന്നത്? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നിത്യജീവൻ. ക്വസ്റ്റ്യൻ നമ്പർ 12. നവോമിയുടെ ഡാഷ് എലിമേലെക്ക് മരിച്ചു, അവളും പുത്രന്മാരും ശേഷിച്ചു. റൂത്ത് 1-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ഭർത്താവ്. ക്വസ്റ്റ്യൻ നമ്പർ 13. നിക്കോദെമസ് ആരായിരുന്നു? ശരിയായ
ഉത്തരം ഓപ്ഷൻ ബി ഫരിസേയൻ. ക്വസ്റ്റ്യൻ നമ്പർ 14. ബഥാനിയ ജെറുസലേമിനടുത്ത് എത്ര സ്ഥാദിയോൺ ദൂരത്തായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 15 സ്ഥാദിയോൺ. ക്വസ്റ്റ്യൻ നമ്പർ 15. ഏതുദ്ദേശത്താൽ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടതുണ്ടെന്ന് യേശു പറഞ്ഞു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി വിശ്വാസികൾക്ക് നിത്യജീവൻ ലഭിക്കാനായി. ക്വസ്റ്റ്യൻ നമ്പർ 16. പിറ്റേ ദിവസം അവൻ ഗലീലയിലേക്ക് പോകാനൊരുങ്ങി. ആര്? വിശുദ്ധ യോഹന്നാൻ 1-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി യേശു. ക്വസ്റ്റ്യൻ നമ്പർ 17. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് എന്താണ്? യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി മാംസം. ക്വസ്റ്റ്യൻ നമ്പർ 18. ഒരു വെളിപാടനുസരിച്ചാണ് ഞാൻ പോയത്. അവിടുത്തെ പ്രധാനികളുടെ മുമ്പിൽ ഞാൻ വിജാതീയരുടെ ഇടയിൽ പ്രസംഗിക്കുന്ന എന്ത് സ്വകാര്യമായി അവതരിപ്പിച്ചു? ഇത് ഞാൻ ഓടിയതും വ്യർത്ഥമാകാതിരിക്കാൻ വേണ്ടിയായിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി സുവിശേഷം. ക്വസ്റ്റ്യൻ നമ്പർ 19. യഥാർത്ഥ ആരാധകർ എന്തിൽ ആരാധിക്കും? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആത്മാവിലും സത്യത്തിലും. ക്വസ്റ്റ്യൻ നമ്പർ 20. വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത ഇവ എന്താണെന്ന് ഗലാത്യ 5-ാം അധ്യായത്തിൽ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ജഡത്തിന്റെ വ്യാപാരങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 21. എൽക്കാനയുടെ ഏത് ഭാര്യയ്ക്കാണ് മക്കൾ ഇല്ലാതിരുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഹന്നായ്ക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 22. ഡാഷ് പുരോഹിതന്മാരെയും ജ്യോത്സ്യന്മാരെയും വിളിച്ചു വരുത്തി ചോദിച്ചു, കർത്താവിന്റെ പേടകം നാം എന്ത് ചെയ്യണം? പൂർവ്വസ്ഥാനത്തേക്ക് തിരിച്ചയക്കുമ്പോൾ അതോടൊപ്പം നാം എന്താണ് കൊടുത്തയക്കേണ്ടത്? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഫിലിസ്ത്യർ. ക്വസ്റ്റ്യൻ നമ്പർ 23. യേശുക്രിസ്തുവിലുള്ള വർദ്ധങ്ങളുടെ ജഡത്തെ എന്തു ചെയ്തിരിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 24. അയൽക്കാരായ സ്ത്രീകൾ നവോമിക്കൊരു പുത്രൻ ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവന് ഡാഷ് പേരിട്ടു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഓബദ്. ക്വസ്റ്റ്യൻ നമ്പർ 25. ഏത് ശബ്ദം മനുഷ്യൻ കേൾക്കുന്നുവെന്ന് യേശു പറഞ്ഞു? യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ കാറ്റിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 26. അവനെ ശകാരിച്ചുകൊണ്ട് അവർ പറഞ്ഞു, നീയാണ് അവന്റെ ഡാഷ്, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാരാണ്, പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ശിഷ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 27. കടലിൽ കാറ്റടിച്ചപ്പോൾ അവർ എത്ര സ്ഥാദിയോൺ ദൂരം വലിച്ചു? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 25 മുതൽ 30 വരെ. ക്വസ്റ്റ്യൻ നമ്പർ 28. ഗലാത്യ 1-ാം അധ്യായം
19 വാക്യത്തിൽ പരാമർശിക്കുന്ന കർത്താവിന്റെ സഹോദരനായ അപ്പസ്തോലൻ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യാക്കോബ്. ക്വസ്റ്റ്യൻ നമ്പർ 29. ശിമയോൻ പത്രോസ് ആരുടെ സഹോദരനാണ്? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അന്ത്രയോസ്. ക്വസ്റ്റ്യൻ നമ്പർ 30. കാര്യം തീരുമാനിക്കുന്നത് വരെ അവൻ അടങ്ങിയിരിക്കുകയില്ല, ഇന്ന് തന്നെ തീരുമാനം ഉണ്ടാകും. ഇത് പറഞ്ഞതാര്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നവോമി. ക്വസ്റ്റ്യൻ നമ്പർ 31. സാമുവൽ ഇസ്രായേൽ ജനത്തെ ന്യായപാലനം ചെയ്യാൻ തുടങ്ങിയത് എവിടെ വെച്ചാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മിസ്പായിൽ. ക്വസ്റ്റ്യൻ നമ്പർ 32. സുഖം പ്രാപിച്ചവനോട് ഇന്ന് ശബ്ദത്താകയാൽ കിടക്ക ചുമക്കുന്നത് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞവർ ആര്? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യഹൂദർ. ക്വസ്റ്റ്യൻ നമ്പർ 33. യേശു ആളുകളെ എന്തിനിരുത്താൻ പറഞ്ഞു? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഭക്ഷണത്തിനായി. ക്വസ്റ്റ്യൻ നമ്പർ 34. അവർ മിസ്പായിൽ ഒരുമിച്ച് കൂടി വെള്ളം കോരി ഡാഷ് സന്നിധിയിൽ പകർന്നു. ആ ദിവസം മുഴുവൻ അവർ ഉപവസിച്ചു. 1 സാമുവേൽ 7-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കർത്താവിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 35. കർത്താവിന്റെ പേടകം എത്ര മാസം ഫിലിസ്ത്യരുടെ രാജ്യത്തായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, 7 മാസം. ക്വസ്റ്റ്യൻ നമ്പർ 36. കടൽ ശോഭിക്കാൻ കാരണമായ പ്രകൃതി ശക്തി ഏത്? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കാറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 37. എവിടെ എനിക്ക് മുൻപുണ്ടായിരുന്ന എല്ലാ രാജാക്കന്മാരെയും അധികം ജ്ഞാനം ഞാൻ സമ്പാദിച്ചു? സഭാപ്രസംഗകൻ 1-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജെറുസലേമിൽ. ക്വസ്റ്റ്യൻ നമ്പർ 38. കലവറക്കാരൻ നല്ല വീഞ്ഞ് സൂക്ഷിച്ചു വെച്ചത് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അതിഥികൾ ലഹരിയിലായപ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 39. യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നീ ഇസ്രായേലിലെ ഗുരുവല്ലേ എന്ന് ചോദിച്ചവൻ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യേശു. ക്വസ്റ്റ്യൻ നമ്പർ 40. ദൈവത്തിന്റെ പേടകം അവർ എക്രോണിലേക്ക് അയച്ചു. എന്നാൽ ഡാഷ് എക്രോണിൽ എത്തിയപ്പോൾ തദ്ദേശവാസികൾ മുറവിളി കൂട്ടി. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പേടകം. ക്വസ്റ്റ്യൻ നമ്പർ 41. എല്ലാ അധ്വാനവും എല്ലാ വൈദഗ്ധ്യവും മനുഷ്യന്റെ എന്തിന്റെ ഫലമായിട്ടാണ് ഗ്രഹിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പരസ്പര സ്പർദ്ധതയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 42. ദൈവം ലോകത്തെ എങ്ങനെ സ്നേഹിച്ചു എന്ന് പറയുന്നു? യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അത്രമാത്രം. ക്വസ്റ്റ്യൻ നമ്പർ 43. സമസ്തം എന്ത് വഴിയുണ്ടായി? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, വചനത്തിലൂടെ.
ക്വസ്റ്റ്യൻ നമ്പർ 44. അപ്പോൾ ഡാഷ് പറഞ്ഞു, യജമാനെ, അങ്ങനോട് വലിയ ദയയാണ് കാണിക്കുന്നത്. എന്നാൽ ഞാൻ അങ്ങയുടെ ദാസിമാരിൽ ഒരുവളല്ല. എങ്കിലും ഈ ദാസിയെ ആശ്വസിപ്പിക്കുകയും കരുണയോട് സംസാരിക്കുകയും ചെയ്തു. റൂത്ത് 2-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, റൂത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 45. എന്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു, എന്റെ ശിരസിൽ കർത്താവിൽ ഉയർന്നിരിക്കുന്നു. എന്റെ അധരം ശത്രുക്കളെ ഡാഷ്, എന്നാൽ അവിടുത്തെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കുന്നു. 1 സാമുവേൽ 2-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പരിഹസിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 46. അന്ത്രയോസ് തന്റെ സഹോദരന് ആരെ കാണിച്ചു തന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യേശു. ക്വസ്റ്റ്യൻ നമ്പർ 47. മിച്ചം വന്ന അപ്പക്കഷ്ണങ്ങൾ എത്ര കുട്ട നിറയെ ശേഖരിച്ചു? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 12 കുട്ട. ക്വസ്റ്റ്യൻ നമ്പർ 48. ദൈവം അയച്ചവൻ ദൈവത്തിന് എന്ത് സംസാരിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വാക്കുകൾ. ക്വസ്റ്റ്യൻ നമ്പർ 49. ദൈവം അയച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു, അവന്റെ പേര് എന്ത്? വിശുദ്ധ യോഹന്നാൻ 1-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യോഹന്നാൻ. ക്വസ്റ്റ്യൻ നമ്പർ 50. യേശുവിന്റെ ആദ്യ അത്ഭുതം എവിടെയായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഗലീലയിലെ കാന. ക്വസ്റ്റ്യൻ നമ്പർ 51. മരിക്കാതെ അവശേഷിച്ചവരെ കുരുക്കൾ ബാധിച്ചു, നഗരവാസികളുടെ എന്ത് ആകാശത്തിലേക്ക് ഉയർന്നു? 1 സാമുവേൽ 5-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, നിലവിളി. ക്വസ്റ്റ്യൻ നമ്പർ 52. എൽക്കാനയ്ക്ക് എത്ര ഭാര്യമാരുണ്ടായിരുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 2. ക്വസ്റ്റ്യൻ നമ്പർ 53. നവോമിയും റൂത്തും ബെത്ലഹേമിലെത്തി. പട്ടണം മുഴുവൻ അവരെ കണ്ട് വിസ്മയിച്ചു. ഇത് നവോമിയോ എന്ന് പരസ്പരം ചോദിച്ചത് ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, സ്ത്രീകൾ. ക്വസ്റ്റ്യൻ നമ്പർ 54. യേശു ഏത് നമ്പർ മണിക്കൂറിന് സിക്കാരിലെ കിണറിന്റെ കരയിലിരുന്നു? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, 6. ക്വസ്റ്റ്യൻ നമ്പർ 55. സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ മോചിപ്പിച്ചതാര്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ക്രിസ്തു. ക്വസ്റ്റ്യൻ നമ്പർ 56. യേശുവിനെ ഗലീലയക്കാർ സ്വാഗതം ചെയ്തത് എവിടെ? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഗലീലയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 57. യോഹന്നാൻ 3-ാം അധ്യായത്തിൽ സ്വർഗീയ കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും എന്ന് ചോദിച്ചവൻ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യേശു. ക്വസ്റ്റ്യൻ നമ്പർ 58. ഞങ്ങൾ സംസാരിക്കുന്നു എന്ന വാക്കുകൾ ഞങ്ങൾ എന്ന് പറഞ്ഞത് ആരെ ഉൾക്കൊള്ളുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യേശുവും ദൈവവും. ക്വസ്റ്റ്യൻ നമ്പർ 59. തന്നെ പ്രസാദിപ്പിക്കുന്ന ദൈവം എന്തൊക്കെയാണ് പ്രദാനം ചെയ്യുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജ്ഞാനം, അറിവ്, ആനന്ദം. ക്വസ്റ്റ്യൻ നമ്പർ 60. ദൈവത്തിൽ നിന്നുള്ള മാറ്റത്തെക്കാളധികം മനുഷ്യരുടെ പ്രശംസ അവർ എന്ത് ചെയ്തു? ശരിയായ ഉത്തരം
ഓപ്ഷൻ സി അഭിലഷിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 61. നിയമത്തിലൂടെയാണ് നീതി കൈവരുന്നതെങ്കിൽ ആരുടെ മരണത്തിന് നീതീകരണമൊന്നുമില്ലെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ക്രിസ്തുവിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 62. എത്രാം ദിവസമാണ് ഗലീലയിലെ കാനായിൽ വിവാഹ വിരുന്ന് നടന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 3-ാം ദിവസം. ക്വസ്റ്റ്യൻ നമ്പർ 63. ജീവന്റെ വചനങ്ങൾ ഉള്ളയാൾ എവിടെയായിരുന്നു പത്രോസ് പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കവർനാമിൽ. ക്വസ്റ്റ്യൻ നമ്പർ 64. ക്രിസ്തുവിന്റെ കൃപയിൽ നിങ്ങളെ വിളിച്ചവനെ നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഉപേക്ഷിക്കുകയും വ്യത്യസ്തമായ ഒരു സുവിശേഷത്തിലേക്ക് തിരിയുകയും ചെയ്തതിൽ എനിക്ക് എന്ത് തോന്നുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആശ്ചര്യം. ക്വസ്റ്റ്യൻ നമ്പർ 65. ദാഷ് പാളയത്തിൽ തിരിച്ചെത്തിയപ്പോൾ ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ പറഞ്ഞു, ഫിലിസ്തീർ ഇന്ന് നമ്മെ പരാജയപ്പെടുത്താൻ എന്തുകൊണ്ട് കർത്താവ് അനുവദിച്ചു? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ശേഷിച്ചവർ. ക്വസ്റ്റ്യൻ നമ്പർ 66. പിന്നീട് എത്ര വർഷത്തിന് ശേഷം ബാർനബാസിനോട് കൂടെ ഞാൻ വീണ്ടും ജെറുസലേമിലേക്ക് പോയി? തീത്തോസിനെയും കൂടെ കൊണ്ടുപോയിരുന്നു. ഗലാത്യ 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 14. ക്വസ്റ്റ്യൻ നമ്പർ 67. ആര് ദൈവത്തിന്റെ പേടകം കൈവശപ്പെടുത്തി എബനേസറിൽ നിന്ന് അഷ്ദോദിലേക്ക് കൊണ്ടുപോയി? 1 സാമുവേൽ 5-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഫിലിസ്തീർ. ക്വസ്റ്റ്യൻ നമ്പർ 68. ഈശോയോട് അടയാളം ആവശ്യപ്പെട്ടത് ആര്? യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ യഹൂദർ. ക്വസ്റ്റ്യൻ നമ്പർ 69. സ്ത്രീയെ എന്നെ വിശ്വസിക്കുക എന്ന് ആരാണ് പറഞ്ഞത്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി യേശു. ക്വസ്റ്റ്യൻ നമ്പർ 70. നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തന്റെ പുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് ഡാഷ് ഗലാത്യ 4-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി അയച്ചിരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 71. നീ ആരാണെന്ന് ചോദിക്കാൻ യഹൂദർ എവിടെ നിന്നാണ് പുരോഹിതരെയും ലേവ്യരെയും അയച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ജെറുസലേം. ക്വസ്റ്റ്യൻ നമ്പർ 72. യഹൂദരുടെ പെസഹ അടുത്തിരുന്നപ്പോൾ യേശു എവിടേക്ക് പോയി? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ജെറുസലേം. ക്വസ്റ്റ്യൻ നമ്പർ 73. ദൈവത്തെ അറിയാതിരുന്ന അന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവമല്ലാത്തവയെ എന്ത് ചെയ്തു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി സേവിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 74. കലവറക്കാരന്റെ അടുത്തേക്ക് വെള്ളം കൊണ്ടുപോകാൻ ആരോട് കൽപ്പിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി പരിചാരകർ. ക്വസ്റ്റ്യൻ നമ്പർ 75. ദൈവപുത്രന്റെ സ്വരം ശ്രവിക്കുന്നവർ എവിടെ നിന്ന് ഉയർക്കും? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ കല്ലറകളിൽ നിന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 76. അവനോടത്ത് ബാക്കി യഹൂദന്മാരും കപടമായി പെരുമാറി. അവരുടെ കാപട്യത്താൽ ആര് പോലും വഴിതെറ്റിക്കപ്പെട്ടു. ഗലാത്യ
2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ബാർണബാസ്. ക്വസ്റ്റ്യൻ നമ്പർ 77. അതവിടുത്തെ പുത്രനെ പറ്റി വിജാതീയരുടെ ഇടയിൽ പ്രസംഗിക്കാൻ അവനെ എനിക്ക് വെളിപ്പെടുത്തി തരേണ്ടതിനായിരുന്നു. ഞാനൊരു ഡാഷിനെയും ഉപദേശം തേടാൻ നിന്നില്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മനുഷ്യന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 78. എന്നാൽ ഡാഷ് മോഹങ്ങൾ ആത്മാവിനെതിരാണ്, ആത്മാവിന്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ്. അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. ഗലാത്യ 5-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ജഡ. ക്വസ്റ്റ്യൻ നമ്പർ 79. യേശുക്രിസ്തു ആരെന്നാണ് ഗലാത്യ 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കർത്താവ്. ക്വസ്റ്റ്യൻ നമ്പർ 80. ഞാൻ ഒരു മനുഷ്യന്റെയും ഉപദേശം തേടാൻ നിന്നില്ല. ആരുടെ വാക്കുകൾ? ഗലാത്യ 1-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വിശുദ്ധ പൗലോസിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 81. യേശു കടലിന്റെ മറുകരയിലേക്ക് പോയത് ഏത് കടലാണ്? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഗലീലി കടൽ. ക്വസ്റ്റ്യൻ നമ്പർ 82. യൂദായ്ക്ക് താമാറിൽ ജനിച്ച പേരസിന്റെ ഭവനം പോലെ ഈ ഡാഷ് കർത്താവ് നിനക്ക് തരുന്ന സന്താനങ്ങളിലൂടെ നിന്റെ ഭവനവുമാകട്ടെ. റൂത്ത് 4-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യുവതിയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 83. മനുഷ്യൻ ആഗ്രഹിക്കുന്ന എല്ലാ സുഖഭോഗങ്ങളും സമ്പാദിച്ചു കഴിഞ്ഞപ്പോൾ ജെറുസലേമിലെ എന്റെ മുൻഗാമികളെക്കാൾ എന്തായി തീർന്നു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഉന്നതനും മഹാനും. ക്വസ്റ്റ്യൻ നമ്പർ 84. ഫിലിസ്ത്യർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നു. ആരും അവരെ നേരിടാൻ സന്നദ്ധമായി. 1 സാമുവേൽ 1-ാം അധ്യായത്തിൽ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഇസ്രായേൽ. ക്വസ്റ്റ്യൻ നമ്പർ 85. പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രൻ ഒന്നും ചെയ്യുകയില്ല എന്ന് പറഞ്ഞത് ആരാണ്? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യേശു. ക്വസ്റ്റ്യൻ നമ്പർ 86. ഇത് ചെയ്യുവാൻ നിനക്ക് അധികാരമുണ്ടെന്നതിന് എന്തടയാളം കാണിക്കുന്നു എന്നാരാണ് ചോദിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യഹൂദർ. ക്വസ്റ്റ്യൻ നമ്പർ 87. നിക്കോദേമോസ് യേശുവിനെ രാത്രി കാണാൻ വന്നത് യേശുവിന്റെ ദൗത്യത്തിൽ ഏത് ഘട്ടമായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ശുശ്രൂഷാദിനങ്ങളുടെ ആരംഭം. ക്വസ്റ്റ്യൻ നമ്പർ 88. പിറ്റേ ദിവസം ജനങ്ങൾ യേശുവിനെയും ശിഷ്യന്മാരെയും അന്വേഷിച്ചത് എവിടെയായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കടലിന് മറുകരയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 89. യേശു തന്റെ വാക്കുകൾ എവിടെയായിരിക്കും സംസാരിച്ചത് എന്ന് പറഞ്ഞിരിക്കുന്നു? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പിതാവിന്റെ സന്നിധിയിൽ നിന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 90. ഞാനാണ് എന്ന വാക്ക് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്താണ്? യോഹന്നാൻ
6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ദൈവത്വം. ക്വസ്റ്റ്യൻ നമ്പർ 91. കർത്താവിന്റെ പേടകമെടുത്ത് വണ്ടിയിൽ വയ്ക്കുക. പ്രായശ്ചിത്ത ബലിക്ക് നിങ്ങൾ തയ്യാറാക്കിയ സ്വർണ്ണ ഉരുപ്പടികൾ ഡാഷ് അതിന് ഒരു വശത്ത് വയ്ക്കുവിൻ. 1 സാമുവേൽ 6-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പെട്ടിക്കുള്ളിലാക്കി. ക്വസ്റ്റ്യൻ നമ്പർ 92. യഹൂദർ യേശുവിനെ വധിക്കാൻ കൂടുതൽ ശ്രമിച്ചത് എവിടെയായിരുന്നു? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യെരുശലേമിൽ. ക്വസ്റ്റ്യൻ നമ്പർ 93. നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും. നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് നിന്നെ എപ്രകാരം അനുഗ്രഹിക്കും? റൂത്ത് 2-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സമൃദ്ധമായി. ക്വസ്റ്റ്യൻ നമ്പർ 94. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ, ഇതിൽ പ്രതീകം ഏതാണ്? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ആത്മീയ ഐക്യം. ക്വസ്റ്റ്യൻ നമ്പർ 95. ഏത് വചനത്തിൽ ലോകം അവനെ അറിഞ്ഞില്ല എന്ന് പറയുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യോഹന്നാൻ 1-ാം അധ്യായം 10-ാം വാക്യം. ക്വസ്റ്റ്യൻ നമ്പർ 96. യേശു ലാസറിന്റെ വീട്ടിലുണ്ടെന്നറിഞ്ഞ് അങ്ങോട്ടേക്ക് വന്നതാര്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യഹൂദർ. ക്വസ്റ്റ്യൻ നമ്പർ 97. എപ്പോൾ മനുഷ്യർ അന്ധകാരത്തെ വെളിച്ചത്തെക്കാൾ അധികം സ്നേഹിച്ചു? യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വെളിച്ചം ലോകത്തിലേക്ക് വന്നപ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 98. പിറ്റേന്നും അവർ ഉണർന്നപ്പോൾ ദാഗോന്റെ ബിംബം കർത്താവിന്റെ പേടകത്തിന് മുൻപിൽ മറിഞ്ഞു കിടക്കുന്നു. ദാഗോന്റെ തലയും കൈകളും അറ്റ് ഡാഷ് കിടക്കുന്നു. ഉടൽ മാത്രം അവശേഷിച്ചിരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വാതിൽപ്പടിയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 99. നമ്മെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ നിയമത്തിന് ഡാഷ് മുക്തമാക്കി. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അധീനരായി കഴിഞ്ഞവരെ. ക്വസ്റ്റ്യൻ നമ്പർ 100. അവർ കൊയ്യുന്നതെവിടെയെന്ന് നോക്കി അവരെ പിന്തുടരുക. പിന്നെ ശല്യപ്പെടുത്തരുതെന്ന് ഡാഷ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഭൃത്യന്മാരോട്. നന്ദി. വചനവയൽ ഒരുക്കുന്ന 2026 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം റൂത്ത് 1 മുതൽ 4 വരെയും സഭാപ്രസംഗകൻ 1 മുതൽ 6 വരെയും വിശുദ്ധ യോഹന്നാൻ 1 മുതൽ 12 വരെയും ഗലാത്യ 1 മുതൽ 6 വരെയും 1 സാമുവേൽ 1 മുതൽ 7 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്. വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങാം. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും
വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന 1,00,000-ൽ പരം ചോദ്യോത്തരങ്ങൾ, എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനവയൽ ആപ്പ്.